ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് ഓണം സെലിബ്രേഷന് വന്നേക്കാണ്. ഒറ്റപ്പാലം ഗ്രാൻഡ് കയറാത്ത് പറയും. നമ്മളെ വ്ളോഗേഴ്സ് എല്ലാവരും ഉള്ള ഓണം സെലിബ്രേഷനാണ്. വീട്ടിൽ നിന്ന് ഇൻട്രോ എടുക്കാൻ ടൈമേ ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും വിളിച്ചിട്ട് ഞാൻ മാത്രം എത്തിയില്ലോ പറഞ്ഞ് വിളിച്ചിട്ട് ഫുഡ് പോലും കഴിക്കാതെ വന്നേക്കായിരുന്നു. പിന്നെന്താ ഞാനിപ്പോൾ GK ഗാർഡൻ്റെ ഓപ്പൺ ഓഡിറ്റോറിയത്തേക്ക് വന്നേക്കാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ നമുക്ക് നോക്കാം കേട്ടോ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലം, രക്ഷയില്ല. ഞാൻ ഫസ്റ്റ് ടൈം വരുന്നു കേട്ടോ, പക്ഷെ രക്ഷയില്ല ഗൈസ്. ഇതാ ഐ ലവ് GK ഗാർഡൻ. ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം കേട്ടോ. ഓപ്പൺ ഓഡിറ്റോറിയമാണ്. ഈവനിങ്ങുള്ള പ്രോഗ്രാംസിനൊക്കെ ഞങ്ങളെ ഓണം സെലിബ്രേഷൻ്റെ ഈവനിങ് പ്രോഗ്രാമൊക്കെ ഇവിടെ നടക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം കേട്ടോ ഗൈസ്. മഴ ഇല്ലാത്ത കാലം കൊണ്ട് രക്ഷപ്പെട്ടു. നീ സെറ്റ് സാരി കൊടുത്ത് നോക്കാം നമുക്ക് എന്താണെന്ന്. ആഹാ, അത് പൊളിച്ചു. എങ്ങനെയുണ്ട്? ആഹാ, സൂപ്പർ ഗൈസ്, സൂപ്പർ, അടിപൊളി. ഓപ്പണായിട്ട് പ്രോഗ്രാംസൊക്കെ വയ്ക്കാൻ സെറ്റ്. എങ്ങനെയുണ്ട് ഗൈസ് സാരി? ചെറിയൊരു പ്രോഗ്രാമൊക്കെ നടത്താൻ പറ്റിയൊരു ഓപ്പൺ ഓഡിറ്റോറിയം എന്ന് പറയില്ലേ, അതേപോലെ. എന്ത് രസമാണ് കാണാമെന്നറിയോ. ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് അടിപൊളിക്കും. നമ്മൾ ഓണം ഷൂട്ട് ഇവിടെ വന്ന് ചെയ്യണം. എന്താ ഒരു രസം കാണാമെന്നറിയോ. അസിന് എക്സാമൊക്കെ കഴിഞ്ഞ് വരട്ടെ, എന്നിട്ട് വേണം ഇവിടെ വന്നിട്ട് വേണം പ്രാവശ്യത്തെ ഓണം ഷൂട്ട് നമുക്ക് ചെയ്യാൻ. ഓക്കെ, നല്ല ഭംഗിയിലാണ്. എൻ്റെ കമ്മലെങ്ങനെയുണ്ട് ഗൈസ്? എൻ്റെ ഫ്രണ്ട് തന്നതാ, നൗഷജ. അസിമോൾ കൊടുത്താണ്, പക്ഷെ ഞാനത് അടിച്ചു മാറ്റി. നന്നായിട്ടില്ലേ നൗഷ മോളെ? എൻ്റെ കമ്മലാണ്, ഞാൻ മേടിച്ച മാലട്ടെ ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് നടത്താം കേട്ടോ. അപ്പോൾ എൻ്റെ ഓണം ഷൂട്ട് പ്രാവശ്യം ഇവിടെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി അസിൻ എന്ത് പറയുന്നത് എനിക്കറിയില്ല. എൻ്റെ കോസ്റ്റ്യൂം നന്നായിട്ടോ. നമ്മൾ ഒറ്റപ്പാലത്ത് ഇത്ര ഭംഗിയുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ടില്ലേ, നമ്മളതൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഒറ്റപ്പാലാണ്, ഡിഗ്രി അനുകൊണ്ട് എന്താ കാര്യം. ഗൈസ് ഹായ്, പകുതിയെ കിട്ടുന്നുള്ളൂ. അസീനില്ലാത്ത കാര്യം കൊണ്ട് ആകെ പെട്ടു. അസീനുണ്ടെങ്കിൽ നേരം പോലെയൊക്കെ എടുത്ത് സെറ്റാക്കി തരും. കാണുന്നതല്ലേ, അത്ര മതി. എന്നെ നോക്കുന്നു ഗൈസ്. ഇതാണ് നമ്മളെ സിനു വ്ളോഗിലത്തെ സിനു, കുട്ടി സിനു. കുറേ സുന്ദരികളും, ഞാൻ മാത്രം സുന്ദരി. പക്ഷെ ഇവിടെ എൻ്റെ പ്രതീക്ഷ മൊത്തം തകർന്നു. ഇതാ ചേച്ചിഫാന അത് നന്നായി. ഒരുപാട് സർപ്രൈസ് ഗിഫ്റ്റുകൾ ഉണ്ട് കേട്ടോ. സോ വൈറ്റാഡ് ഇവന്റ്സിന്റെ 10th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് നാളെ. അതിനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം സന്ധ്യവേട്ട നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. സോ ചെറിയ ഗിഫ്റ്റുകളൊന്നല്ല, നിങ്ങളെ കാത്തിരിക്കുന്ന വലിയ വലിയ ഗിഫ്റ്റുകളാണ്. സോ എല്ലാവരുടെയും മാക്സിമം പാർട്ടിസിപ്പേഷൻ നമുക്ക് വേണം. ആരും ഒന്ന് മാറിയിരിക്കാനൊന്നും പാടില്ല. എല്ലാ പരിപാടിയിലും എല്ലാവരുടെയും കോർഡിനേഷനും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനേ. ഇപ്പോൾ വന്നവരെ വെച്ചോളൂ.
ഇതാണ് നമ്മളെ വൈറ്റ് ആറ്റ്സിലെ സന്ദീപ് ഏട്ടൻ. പുള്ളി വേറെ ലെവലാണ്. നമ്മുടെ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൂടെ ഇപ്പോഴും കട്ടയ്ക്ക് എന്തൊരാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നോന്നൊരു വാക്ക് പുള്ളിയുടെ വായിൽ വരില്ല. വേറെ ലെവലാണ്. എന്താ പറയുക, എല്ലാത്തിനും കട്ടയ്ക്ക് സപ്പോർട്ടായി നിൽക്കുക പോലെ അങ്ങനെ കട്ടയ്ക്ക് സപ്പോർട്ടായി നിൽക്കും. പിന്നെ നമ്മളടുത്ത് വരുന്ന നമ്മളെ സ്വന്തം കണ്ണേട്ടൻ, GK ഗാർഡൻ്റെ കണ്ണേട്ടൻ. പുള്ളിയാണ് നമുക്ക് ഇത് ഈ GK ഗാർഡൻ ഓപ്പൺ ഓഡിറ്റോറിയം, ഈ ഓഡിറ്റോറിയം നമുക്ക് സ്പോൺസർ ചെയ്ത സ്പോൺസർ അവരുടെ സ്വന്തം GK ഗാർഡനാണ്. നമ്മളൊരു രൂപ പോലും ഒരു മേടിച്ചില്ല. അത് നമുക്കത് എല്ലാ വർഷവും ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ അവർ സ്പോൺസർ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ അതിലൊരു അംഗമാവാൻ സാധിച്ചു. അതിൽ ഒരുപാട് സന്തോഷം, പറഞ്ഞാൽ തീരാത്തത്രയും സന്തോഷം. അപ്പോൾ കൂടുതലൊന്നും പറയാൻ ഹാപ്പി ആവണം. എന്തൊരു ആവശ്യം നിങ്ങൾക്ക് എൻ്റെ പേര് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വരുന്ന ടീമിന് ഗിഫ്റ്റ് ഉണ്ട്, ഇൻഡിവിജ്വൽ ഗിഫ്റ്റ്സ് വേറെ ഉണ്ട് അല്ലേ? നമ്മളെ ടൈംലെസ്സിൻ്റെ വക സേഫിൻ്റെ വക അവിടെ പങ്കെടുത്ത ഇൻഫ്ലുവൻസർ എല്ലാവർക്കും അതിൻ്റെ മൊമെൻ്റ് ഉണ്ടായിരുന്നു. എനിക്കുമുണ്ട്. ആ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും കൊടുത്ത് ഒരുപാട് സന്തോഷം. പിന്നെ പിള്ളേർക്ക് വരെ കൊടുത്തു, കാരണം അവരും ചെറിയ ചെറിയ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തില്ല, അവർക്ക് വരെ കൊടുത്തു. എന്തായാലും പിള്ളേരെ കിട്ടിയപ്പോൾ അതായത് നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റിനേക്കാളും സന്തോഷം അവർ കിട്ടുമ്പോഴാണല്ലോ. അപ്പോൾ ഇതാണ് ഗൈസ് ഷംന ലക്കിടീൻ്റെ മൊമെൻറ്റോ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അങ്ങനെ എനിക്കും ഇതിൻ്റെ ഭാഗമായി എനിക്കും ഒരു കുഞ്ഞൊരു മൊമെൻ്റ് കിട്ടി. ചെറുതാണോ വലുതാണോ എന്നുള്ളതിലല്ല, നമുക്ക് കിട്ടുന്നതിനാണ് നമ്മളെ ഹാപ്പിനെസ്. നമ്മുടെ ബ്രദേഴ്സ് കാറ്ററിംഗ് ഇവൻറ്റ്സിൻ്റെ വകയാണ് നമുക്ക് ഉച്ചക്കത്തെ ഓണം സദ്യ സ്പോൺസർ ചെയ്തത് ബ്രദേഴ്സുകാരാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ ഒരു സർവീസ് അടിപൊളിയാണ്. ഒരു മനുഷ്യനെ വിളിക്കാതെ 10-200 പേരുള്ളൂ ഇവിടെ ഒറ്റക്ക് വന്ന് കഴിക്കുക ഗൈസ്. എവിടെയെങ്കിലും കണ്ടു ഇങ്ങനെ ഒരു സംഭവം ഒറ്റക്ക് ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര നല്ല സ്വഭാവമുള്ള കൊച്ചാണെന്ന്. നമുക്ക് ഈ ഫുഡ് സെറ്റപ്പ് ചെയ്ത ചേച്ചിമാർ രക്ഷയില്ല ഗൈസ്. നമ്മൾ കഴിച്ചില്ല, കഴിക്കാൻ പോണേ ഉള്ളൂ. ബ്രദേഴ്സ് കാറ്ററിങ്ങിൻ്റെ സദ്യ അടിപൊളി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല, അത്രയും ടേസ്റ്റ്. പൊള്ളി അമ്മ അതിൽ ടേസ്റ്റ്. ഉച്ചയ്ക്ക് നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളി പരിപാടി. അക്ബർ ഒറ്റപ്പാലം, നമ്മളെ നൗഷാദ് പുതുക്കോട്, രണ്ടുപേരും കൂടി അടിപൊളി ഗാനമേളയും പാട്ടും. എന്തൊരു രസമായിരുന്നു. പക്ഷെ നമുക്ക് പദ്ധതിയിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പി റൈറ്റ് കിട്ടില്ലേ. രണ്ടുപേരും ആൽബം സോങ്ങിലത്തെ പാട്ട് പാടണം. പഴയ നമ്മുടെ സലീം കോളത്തൂർ പാടിയ പാട്ടുകളൊക്കെ നമ്മൾ നൗഷാദ് പുതുക്കോട് എഴുതിയതാണ്. പക്ഷെ അതൊന്നും ആർക്കും അറിയപ്പെടുന്നില്ല. പാടി സലീം കോളത്തൂരിന് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. ആൽബം സോങ്ങൊക്കെ എന്ത് സെറ്റായിട്ട് പാടി, എന്തോ ഒരു രസമായിരുന്നു അറിയാം. എല്ലാവരും ഒരു വേർതിരിവ് അവിടെ ഇല്ല, എല്ലാവരും ഒരേ കട്ടയ്ക്ക് നിന്നിട്ട് അവരോടൊപ്പം സേഫും പാടി. വേറെ ലെവലാണ്. എന്തായാലും എല്ലാവരും കൂടി എൻജോയ് ചെയ്ത് അവർക്ക് നമുക്ക് തരുന്ന ഒരു എന്താ പറയുക, അതുണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളത് അനുഭവിച്ചറിഞ്ഞാലാണ് അതിൻ്റെ എന്താണെന്ന് അറിയുക. നമ്മുടെ വിഷ്ണു കൊളപ്പുള്ളി, നമ്മുടെ വർഷയുടെ ആങ്ങളക്കുട്ടിയാണ്. അങ്ങനെ എല്ലാവരും കൂടി അടിപൊളിയാക്കി പ്രോഗ്രാമും നല്ല സൂപ്പറായിട്ട് അതിൻ്റെ പാട്ട് കൂടി ആയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. പക്ഷേ നമുക്ക് കോപ്പറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടോ. എല്ലാവരും നിങ്ങൾ അടിച്ചു പൊളിച്ച് എല്ലാവരും പറഞ്ഞാൽ പോലെ. പക്ഷെ ഇതിൽ പാട്ടായിട്ട് ചെറിയൊരു വിഷമമുണ്ട്, അറിയാതെ നമുക്ക് ആ ഒരു എൻജോയ്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണല്ലോ ഇവിടെ വന്നിട്ട്. ഒരുപാട് ഫസ്റ്റ് ടൈമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായി. എന്നാൽ നമുക്ക് ഒരുപാട് സന്തോഷം. ഇങ്ങനൊരു പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞിട്ട് ഒരുപാട് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും. എല്ലാം നമുക്കിപ്പോൾ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, വേഗവും.
ഓഡിറ്റോറിയത്തിലത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ഓഡിറ്റോറിയം GK ഗാർഡൻ്റെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വന്നു. അപ്പോൾ അവിടെ വന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള പ്രോഗ്രാംസൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് നൈറ്റും വൈകുന്നേരം ചായ, സ്നാക്സ്, ജ്യൂസ് ഇതൊക്കെ ബ്രദേഴ്സിൻ്റെ വകയാണ്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് സ്റ്റേജൊക്കെ ഇട്ട് അവിടെ നമ്മൾ പ്രോഗ്രാംസൊക്കെ ഇനി നടത്താൻ പോകുന്നു. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ഗെയിംസ് ഒക്കെ ഇവിടെ നടന്നു. ഗെയിമിന്റെ ഏറ്റവും ഓക്കെ, അതാണ് നമ്മുടെ സംഘാടകർ പറഞ്ഞിട്ടുള്ളത്. ഇഷ്ടമുള്ളതുപോലെ ഇവന്റ്സ്. സോ അവരെല്ലാവരും ചേർന്നാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ടീം മെമ്പേഴ്സും എല്ലാവരുടെയും എഫേർട്ടോട് കൂടി വി ഹാഡ് എ വണ്ടർഫുൾ. ഇനി മുന്നോട്ട് ഒരുപാട് കേരളമല്ല മലയാളികളുള്ള എല്ലാ സ്ഥലത്തും അറിയപ്പെടാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ നല്ല കൂട്ടായ്മ എന്നും മുന്നോട്ട് പോട്ടെ എന്ന് അതുകൂടി വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി. സന്തോഷത്തില് നമ്മുടെ തേർഡ് കണ്ടന്റ് ക്രിയേറ്റർ ടുഡേ ഈസ് ഷംന. കൺഗ്രാറ്റുലേഷൻസ് ഷംന. ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. തീർച്ചയായിട്ടും പറയണം. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും സന്ദീപേട്ടന് ഒരുപാട് താങ്ക്സ്. അപ്പൊ അടുത്ത വർഷം എനിക്ക് ഓരോ പവൻ തരണം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ആ സൈഫൂന് പ്രത്യേകിച്ച്. പിന്നെ നമ്മളൊരു അജീഷ് ഒറ്റപ്പാലാണ് എന്നെ തിരിക്ക് എല്ലാരും കൊണ്ടുവന്ന അജീഷ് ഒറ്റപ്പാലാണല്ലോ. എന്തായാലും എന്നെ തെരഞ്ഞെടുത്ത സൈഫൂന് താങ്ക്സ്. നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഒപ്പം നമ്മുടെ ഈ ഒരു ടീം വർക്ക് ഇതേപോലെ തന്നെ ടീം സ്പിരിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാവരും ആ ഒരു ടീമായിട്ട് തന്നെ ഇനി ഒരുപാട് വർഷങ്ങൾ അപ്പോഴൊക്കെ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ നിങ്ങളെ കൂടെ ഞാനും കൂടെ ഒന്ന് വരാൻ പറ്റട്ടെ. യെസ്, ഓക്കെ. വെറുപ്പിക്കലൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് സന്തോഷം. ഐ റിയലി എൻജോയ്ഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സന്ദീപേട്ട. ഒരുപാട് സന്തോഷം എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിൽ. സന്ദീപേട്ടനാണ്, നിങ്ങളൊക്കെ പറയുമല്ലോ സന്ദീപേട്ടനെ കുറിച്ച്, പക്ഷെ എനിക്കും എപ്പോഴും പറയാനുള്ള സന്ദീപേട്ടനെ കുറിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉയർന്നു പോകണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരൊന്നും ഇല്ല. നമ്മൾ ഉയർന്നു വരുന്നതിൽ സന്തോഷിക്കുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. എൻ്റെ കാര്യത്തിൽ അതിലൊരാൾ സന്ദീപേട്ടനാണ്. താങ്ക് യു സോ മച്ച് സന്ദീപേട്ട. അപ്പം നമ്മുടെ എല്ലാ സ്പോൺസേഴ്സിനും ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുകയാണ്. ഗ്രാൻഡ് കയറ, ടൈംലെസ് റിയൽറ്റേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ്, നമ്മുടെ രാമചന്ദ്ര ഹാൻഡ്ലൂംസ്, ബ്രദേഴ്സ് കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ്. അങ്ങനെ ഞാനും അൻസലിമോനും നൈറ്റ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. അൻസലിമോൻ പിന്നെ വന്നില്ല, ഫുഡ് കഴിക്കാനൊക്കെ വന്നു. പക്ഷേ ഈ പ്രോഗ്രാമിനൊന്നും വന്നില്ല. അവനവിടെ ഒരു സൈഡിലാണ്. അവനവൻ്റെ ഫ്രണ്ട്സും അഭിഷേക്, നുസൈഫ് ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു. ഒറ്റപ്പാലത്താണ്. അപ്പോൾ അവരൊക്കെ വന്നിരുന്നു. അപ്പോൾ അവരൊക്കെ അവിടെ ഒരു ഭാഗത്തിരുന്നു. അവിടെ പിള്ളേരെല്ലാവരും കൂടി ഭയങ്കര അടിച്ച് പൊളിക്കുക, അവർ എൻജോയ് ചെയ്യുന്നു. ഒരു രക്ഷയില്ല. പെൺപിള്ളേർക്കൊന്നും ഒരു ലോകമല്ല. അടിച്ച് പൊളിച്ച് ഡാൻസ് കളിച്ച് വെച്ചാൽ എന്താ പറയുക, അങ്ങനെ അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഫോഗിൻ്റെ ഈ സംഭവം ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എന്തിനാ അതെന്ത് ലിക്വിഡാണോ എന്താ സംഭവം എന്നറിയില്ല. പതേന്നായിരുന്നു. എന്തായാലും നമ്മളിങ്ങനെ നന്ദി ചെയ്യുന്നവ. എന്തായാലും സംഭവം അടിപൊളിയായി. പാട്ടും ഡാൻസും DJ നൈറ്റ് വൈബും ഒക്കെ വേറൊരു ലോകമാണ്, വേറൊരു ലോകം. പിന്നെ നൈറ്റ് ബ്രദേഴ്സ് കാറ്ററിങ്ങിൻ്റെ ഒക്കെ ഫുഡ് ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല 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 ഫുഡായിരുന്നു. അതൊക്കെ കഴിച്ചു. നല്ല രസമുണ്ടായി. നമ്മളതൊക്കെ നന്നായി എൻജോയ് ചെയ്തു. ഇതൊരു വേറെ ഫീലും വേറെ ലെവലുമാണ്. കാരണം ഒരു പക്ഷേ ഇനി ഇങ്ങനെ കിട്ടില്ലായിരിക്കാം. എന്തായാലും ആ കിട്ടിയ അവസരം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്കിതിൽ സോങ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ നന്നായിരിക്കും. പക്ഷെ എന്ത് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുമല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സോങ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് തന്നെ. പക്ഷെ അത് ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു നൈറ്റ് വൈബിൻ്റെ ഭംഗി എന്താണെന്ന് അറിയുള്ളൂ. എന്തായാലും ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ച കയ്യിലെന്താ ഒരു കിറ്റ് വിചാരിക്കേണ്ട. രാമചന്ദ്ര ഹാൻഡ്ലൂംസ് നമുക്ക് സാരി. അപ്പോൾ അതാണ് ആ കയ്യിൽ വെച്ചേക്കുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും അങ്ങനെ ഷംല ലക്കടിക്ക് ഒരു മൊമെൻ്റ് കിട്ടി ഗൈസ്. ഒരുപാട് താങ്ക്സ്. അങ്ങനെ നമ്മളീ കുഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ സ്വന്തം ഷംന ലക്കടി. ഓക്കെ, ബൈ.
ഇത് കുട്ടികളുടെ ഒരു കുഞ്ഞ ഡാൻസ് പ്രോഗ്രാമാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ പാട്ട് വെക്കാൻ പറ്റില്ല ഗൈസ്, അറിയാലോ കോപ്പിറൈറ്റ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയോക്കൂ. ജീൻസിലത്തെ പാട്ടാണ് കേട്ടോ. ഓക്കെ, ജീൻസ് മൂവി, തമിഴ് മൂവിയില്ലേ അതിലത്തെ സോങ്ങാണ്. അതാണ് പിള്ളേർ കളിക്കുന്നത്. ഓക്കെ, ബൈ.